അസ്സലാമു അലൈക്കും. വിശുദ്ധ മക്കയുടെ സുൽത്താൻ, മദീനയുടെ മെഹബൂബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബദർ എന്ന യുദ്ധഭൂമിയിൽ നേടിയെടുത്ത ചരിത്ര പ്രധാന വിജയം ബദർ യുദ്ധ വിജയം. അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ വിജയം, തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയം. നാം ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധമായ ബദർ ദിനം, ബദരീങ്ങളുടെ ദിനം അനുസ്മരിക്കുകയാണ്. എന്താണ് ബദർ ദിനം? വർഷം 624 മാർച്ച് 13, അതായത് റമദാൻ 17. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമായിരുന്നത്. വേനലിന്റെ കൊടുംചൂടിൽ റമദാൻ 17 നടന്ന യുദ്ധത്തിൽ 70 ശത്രുക്കളെ ഇസ്ലാമിക സംഘം വധിച്ചു. യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത അബൂജഹൽ കൊല്ലപ്പെട്ടു. 70 ശത്രുക്കൾ പ്രവാചകന്റെയും സംഘത്തിന്റെയും തടവിലാവുകയും ചെയ്തുവെന്ന് ഇസ്ലാമിക ചരിത്രം വിവരിക്കുന്നു. 14 പേരാണ് ഇസ്ലാമിക പക്ഷത്തു നിന്നും രക്തസാക്ഷിത്വം വരിച്ചത്. ബദറിൽ ഷഹീദായവരെ ബദറിന്റെ മണ്ണിൽ തന്നെ മറമാടുകയും ചെയ്തു. രക്തസാക്ഷിയായവരുടെ പേരുകൾ അവിടെ തന്നെ ഒത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹം മൂലമാണെന്ന് ഇസ്ലാം മത വിശ്വാസികൾ എന്നും വിശ്വസിച്ചു പോരുന്നു. ഇരട്ടിയിലധികം വരുന്ന ശത്രു സൈന്യത്തിനെതിരെയുള്ള വിജയം അള്ളാഹുവിന്റെ ഇടപെടൽ മൂലമാണെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പരാമർശിക്കപ്പെടുന്ന യുദ്ധങ്ങളിൽ ഒന്നാണ് ബദർ യുദ്ധം. ബദറിൽ പ്രവാചകന്റെയും സംഘത്തിന്റെയും യുദ്ധതന്ത്ര വിജയങ്ങൾ ശത്രു സംഘം അംഗീകരിച്ചു. ഏത് കൊടിയ പ്രതിസന്ധികളെയും ആത്മീയ വിശ്വാസം കൊണ്ട് അതിജയിക്കാനാവുമെന്ന് ബദർ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. ബദറിലെ വിജയം മദീനയിൽ പ്രവാചകന് സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ശത്രുക്കൾ അദ്ദേഹവുമായി സഖ്യം പ്രഖ്യാപിച്ചു. ബദറിലെ ഉജ്ജ്വല വിജയം ശത്രുപക്ഷത്തിലെ നിരവധി പേരെ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ചു. ശത്രുപക്ഷത്തിലെ നേതാവ് അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. യുദ്ധസന്നാഹങ്ങളോടെ എത്തിയ ശത്രു സംഘത്തെ അടിയുറച്ച വിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം വരിച്ച ചരിത്രമാണ് ബദർ യുദ്ധ ചരിത്രം. ബദറിൽ നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിന്റെ വിജയത്തിന്റെ സ്മരണ പുതുക്കലാണ് ബദർ ദിനം, ബദരീങ്ങളുടെ ദിനം. വിശുദ്ധ റമദാനിലെ 17-ാം രാവിന്റെ അനുഗ്രഹങ്ങൾ ഏവരിലും വർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റമദാൻ കരീം.